മുൻ ബിഗ് ബോസ് താരവും നടിയുമായ ആര്യക്കെതിരെ സീസൺ 6 താരം ജാസ്മിൻ ജാഫർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തന്നെ സൈബർ ആക്രമണത്തിന് ആര്യ ഇട്ടുകൊടുക്കുന്നുവെന്നായിരുന്നു ജാസ്മിന്റെ വിമർശനം. തന്റെ പഴയ റിലേഷൻഷിപ്പ് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച ആളാണ് ആര്യയെന്നും അവരെ പോലെയുള്ള ഒരു മനുഷ്യ സ്ത്രീയാണ് താനുമെന്ന് തെറ്റുകൾ പറ്റുമെന്നുമായിരുന്നു ജാസ്മിൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ജാസ്മിന് കറക്റ്റ് മറുപടി നൽകിയിരിക്കുകയാണ് ആര്യ. ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം. കഴിഞ്ഞ സീസണിൽ ഒരു മത്സരാർത്ഥി പറയുന്നത് കേട്ടു, ആര്യ ചേച്ചി ചെയ്ത അതേ തെറ്റ് തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ചെയ്തത്, എന്നിട്ട് എന്നെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തു എന്ന്. ഇതിൻ്റെ റീൽസ് എനിക്ക് പലരും അയച്ചു തന്നിരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ കുട്ടി ചെയ്തത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് എന്താണ് ആ കുട്ടി ചെയ്തത് എന്ന്. ആ വീഡിയോയുടെ താഴെ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആര്യ പണ്ട് ഭർത്താവിനെ ചതിച്ച് വേറെ ഒരുത്തൻ്റെ കൂടെ പോയതല്ലേ, അത് തന്നെയല്ലേ ജാസ്മിനും ചെയ്തത് എന്ന്. ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഭർത്താവും എന്ത് കാരണത്താലാണ് പിരിഞ്ഞത് എന്ന്. ഞാൻ പറഞ്ഞത് ഭർത്താവുമായി പിരിയാനുള്ള കാരണത്തിൽ തെറ്റെൻ്റെ ഭാഗത്താണ് എന്നാണ്. അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഒരു വിവാഹത്തിൽ തെറ്റ് ചെയ്യുക എന്നത് ചതിക്കുക മാത്രമല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് വേറെ കാമുകൻ ഉണ്ടെന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നു. ഞാനോ എൻ്റെ മുൻ ഭർത്താവോ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വേർപിരിയാനുള്ള കാരണങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞങ്ങളുടെ കുടുംബത്തിന് പോലും ഇക്കാരണങ്ങളൊന്നും കൃത്യമായി അറിയില്ല എന്ന് തോന്നുന്നു. വേർപിരിയുന്നത് ഞങ്ങളുടെ മാത്രം തീരുമാനമാണ്. വേണമെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു. എന്നാൽ ഞാൻ വാശി കാണിച്ചു. 23 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പൊട്ടിയായിരുന്നു ഞാൻ. എൻ്റെ ഈഗോയായിരുന്നു എനിക്ക് വലുത്. എന്നിട്ടും ഞാൻ ആ വാശിയിൽ തുടർന്നു. അങ്ങനെ വാശി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചുണ്ടാകുമായേനെ. ഞങ്ങളുടെ വിവാഹമോചനം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞാണ് ഞാൻ മറ്റൊരു റിലേഷനിൽ കടക്കുന്നത്. എൻ്റെ മുൻ ഭർത്തൃ സഹോദരി മുഖേനയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എന്നും സത്യമാണ്. ദുബായിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഒരു പരിപാടിക്ക് വേണ്ടി ഗസ്റ്റായി വരാനാണ് വിളിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതും. പിന്നീട് നല്ല സുഹൃത്തുക്കളായി. അത് കഴിഞ്ഞിട്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്. രണ്ടാമത്തെ ബന്ധം ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഭീകരമായി തകർന്നത്. ആദ്യ വിവാഹം ഒരു ബ്രോക്കൺ മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ശക്തമായ ബന്ധമായിരിക്കണം എന്നത് എൻ്റെ ആഗ്രഹവുമായിരുന്നു. ആ വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അത് തകർന്നപ്പോൾ ഞാൻ ഡിപ്രഷനിലുമായി. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ്. പക്ഷേ ഒരാളെ വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഇത്. ചിലർ ബ്രേക്കപ്പ് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ആണുങ്ങളെ വിശ്വസിക്കാനേ പാടില്ലെന്ന്. അങ്ങനൊരു ചിന്ത എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നല്ല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനും സഹോദരനുമൊക്കെ അവരുടെ കൂട്ടത്തിലാണ്. നല്ല രീതിയിൽ പങ്കാളികളെ പരിഗണിക്കുന്നുമുണ്ട്. ഇതായിരുന്നു ജാസ്മിന് ആര്യയുടെ മറുപടി. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായ ജാസ്മിനെതിരെ നിരവധി പരാമർശങ്ങളും നിരവധി ഗോസിപ്പുകളും ഇതിനോടകം വന്നു കഴിഞ്ഞിരുന്നു. ഇതിനെതിരെ മറുപടിയുമായി ജാസ്മിൻ രംഗത്ത് വന്നിരുന്നു. ഇതിനിടെയാണ് ആര്യയെപ്പറ്റി ജാസ്മിൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇതിന് മറുപടിയുമായാണ് ആര്യ രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ ജാസ്മിനെ പോലൊരു വ്യക്തി അല്ല എന്ന് ജാസ്മിൻ്റെ പേര് എടുത്തു പറയാതെ ആര്യ പറഞ്ഞു.